ഈ പുഴയും കടന്ന സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ അന്ന് വൈകുന്നേരം ജയബാലന്റെ നേർക്കങ്ങ് തിരിഞ്ഞുകൊണ്ട് രാവിലെ അങ്ങ് പൊട്ടിത്തെറിക്കാണ്. പണത്തിന്റെ സ്വാധീനത്തിന്റെ മേനി നടിച്ചുകൊണ്ട് ഇനിയും മുന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ നാട്ടുകാർ മാത്രമല്ല ഞാനും അങ്ങ് കാർക്കിച്ചു തുപ്പുമെന്ന് തന്നെ അവൾ മുഖത്തു നോക്കി പറഞ്ഞു. നീ സൂപ്പർ ഹീറോയൊന്നുമല്ല, വെറും ഒരു ബിഗ് സീറോയാണ്. ആക്രോശത്തോടുകൂടി ജയബാലന്റെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പി രാഗിണി അങ്ങ് തിരിഞ്ഞു നടന്നു. അവളുടെ കണ്ണിൽ കത്തി ജ്വലിക്കുന്ന ദേഷ്യം കണ്ട് ജയബാലൻ അവിടെ തന്നെ അങ്ങ് തകർന്നു പോവുകയാണ്. ആ അഭിമാന ഭാരത്താൽ ഉരുകി നിന്ന അയാളുടെ അരികിലേക്ക് പ്രവീണ വന്നു. വേഗത്തിൽ തന്നെ കൈകൾ തൊട്ടുകൊണ്ട് അവൾ കൊതിയോടുകൂടെ വിളിച്ചു, ജയബാലേട്ട എന്ന ആ സ്പർശം പോലും സഹിക്കാനാവാതെ പ്രവീണയുടെ കൈയൊക്കെ തട്ടി മാറ്റിക്കൊണ്ടതിന് ജയബാലൻ അലറിമാറി അങ്ങോട്ടേക്കങ്ങ് മാറി നിൽക്കടി എന്നൊക്കെ പറഞ്ഞ് പറയാനേ. ഇതേ സമയം തിരുവനന്തപുരത്തേക്കുള്ള ഹൈവേയിൽ കാറ് സൈഡാക്കി ഒതുക്കി നിർത്തി കാവേരി കുടുംബം ആശ്വാസം തേടുകയായിരുന്നു. എല്ലാവരുടെയും മുഖത്ത് യാത്രയുടെ കടുത്ത ക്ഷീണവും അനിശ്ചിതത്വവും നേളിച്ചു. വിനീതാവട്ടെ അഡ്വാൻസ് കൊടുത്ത ഹൗസ് ഓണറെ കിട്ടാതെ പരിഭ്രാന്തനായി ഫോണിലിങ്ങനെ മാറി മാറി വിളിച്ചുകൊണ്ടിരുന്നു. ഗംഗെ ഇപ്പോഴും ഫോൺ കിട്ടുന്നില്ലല്ലോ, ഇനിയിപ്പോൾ എന്തു ചെയ്യും? വിനീതിന്റെ ശബ്ദത്തിൽ വിറയാൻ തുടങ്ങി. ഗംഗ പുച്ഛത്തോടെ അവനെ നോക്കി. എന്ത് ചെയ്യുമെന്ന് എന്നോടാണ് ചോദിക്കുന്നത്? ബേബി ചേട്ടൻ എന്ന നമ്പർ തന്നെയല്ലേ അത്? ഈ കമ്പനി ഒന്നും ശരിയാവുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാ. ഗംഗയുടെ ആ ഒരു കുറ്റപ്പെടുത്തൽ കേട്ട് വിനീത് വിയർത്തു. എന്തായാലും ബേബി ചേട്ടനെ ഒന്ന് വിളിച്ചു നോക്ക്, ഇനി അദ്ദേഹത്തെ കിട്ടുമോ നോക്കാലോ. ഗംഗ കടുപ്പത്തിൽ തന്നെ ഒന്ന് മൂളി. ബെസ്റ്റ്, ഒന്ന് വിളിച്ചു നോക്കിക്കേ. വിനീത് വിറക്കുന്ന വിരലോടെ പെട്ടെന്ന് തന്നെ ബേബി ചേട്ടൻ്റെ നമ്പറിലേക്ക് ഡയൽ ചെയ്തു. സ്പീക്കർ ഇട്ട് ഗംഗ കൽപ്പിച്ചു. അങ്ങേ തലക്കൽ മദ്യത്തിന്റെ ലഹരിയിൽ ബോധം മറിഞ്ഞു നിൽക്കുമായിരുന്നു ബേബി. ഫോൺ അറ്റൻഡ് ചെയ്ത ഉടനെ തന്നെ വിനീത് വിളിച്ചു. ബേബി ചേട്ടാ ഞാനാ വിനീത്. ഏത് വിനീത്? കടുത്ത ശബ്ദത്തിൽ ബേബി ചേട്ടൻ ചോദിച്ചു. എടാ നീ പോയില്ലേ ഇതുവരെ? അല്ല പോയി ബേബി ചേട്ടാ, പക്ഷേ ഞങ്ങൾ വഴി നിൽക്കുവാണ്. ഹേയ് ഞാനും വഴിയിലാ നിൽക്കുന്നത്. ബേബി എന്തൊക്കെയായി പുലമ്പി. അല്ല ബേബി ചേട്ടാ, എനിക്ക് ആ വീട്ടുടമസ്ഥൻ്റെ നമ്പർ ഒന്ന് വേണമായിരുന്നു. ബേബിക്ക് കാര്യം മനസ്സിലായില്ല. എന്തോന്ന് വീട്ടുടമസ്ഥൻ? ഹൗസ് ഓണർ. അപ്പോഴേക്കും ബേബി അങ്ങ് പൊട്ടിച്ചിരിച്ചു. എടാ വീട്ടുടമസ്ഥൻ എന്ന് പറഞ്ഞ വീടിൻ്റെ ഉടമസ്ഥൻ അതല്ലേ നീ ഉദ്ദേശിക്കുന്നത്? നീ തന്ന നമ്പറിൽ വിളിച്ചിട്ട് കോൾ കിട്ടുന്നില്ല ചേട്ടാ. ബേബി ചേട്ടൻ ഒറ്റ മൂളിലൂടെ പറഞ്ഞു. എടാ നിന്റെ കയ്യിൽ ഒരു നമ്പറെങ്കിലും ഉണ്ടല്ലോ, എൻ്റെ കയ്യിൽ ഒന്നുമില്ല. അതൊക്കെ കേട്ട് കാവേരി ശാരദയും ഗംഗയും ഒരു നിമിഷം അങ്ങ് സ്തംഭിച്ചു നിന്നുപോയി. വിനീത അമ്പരപ്പോട് ചോദിച്ചു, എന്താ ബേബി ചേട്ടാ ഈ പറയുന്നത്? ഈ ലോകമാകുന്ന വീടിൻ്റെ ഉടമസ്ഥൻ ദൈവമാണല്ലോടാ. അങ്ങേരുടെ നമ്പർ കിട്ടിയിട്ട് വേണം കുറേ കാര്യങ്ങളൊക്കെ ചോദിക്കാമെന്ന് കരുതിയിരിക്കുക ഞാൻ. നിന്റെ കയ്യിൽ നമ്പർ ഉണ്ടെങ്കിൽ എനിക്ക് താടാ മോനെ. അത്രയും പറഞ്ഞ് ബേബിയുടെ കയ്യിൽ നിന്ന് ഫോൺ അങ്ങ് താഴേക്ക് വീണു. തൊട്ട് പിന്നാലെ തന്നെ സ്വിച്ച് ഓഫ് എന്ന് കേട്ട് ശബ്ദവും കേട്ടു. ബേബി ചേട്ടൻ ആ ലഹരിയിലങ്ങ് നിലത്തേക്ക് തളർന്ന് വീഴാണ്. ബേബി ചേട്ടാ ഹലോ ഹലോ. വിനീത് പേടിയോടുകൂടെ നോക്കി. ഗംഗയുടെ കണ്ണുകൾ കോപം കൊണ്ട് ചുവന്നു തുടുത്തു. വിനീത് വീണ്ടും വീണ്ടും ആ നമ്പറിലേക്ക് വിളിക്കാൻ ശ്രമിച്ചു. ഒരു ചേട്ടനെ വിളിക്കേണ്ടേ? അയാൾ ഫോണും ഓഫ് ചെയ്തു കള്ളും കുടിച്ച് എവിടെയെങ്കിലും വീട് കിടക്കുന്നുണ്ടാവും. ഇത്രയും മനസ്സിലാക്കാൻ ബോധമില്ലേ വിനീതേട്ടാ? ഒന്ന് ചുറ്റും നോക്കിക്കേ. ഗംഗയെ ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട്. വിനീത് ചുറ്റും നോക്കിക്കൊണ്ട് പറഞ്ഞു. കേൾക്കുന്നവരൊക്കെ കേൾക്കട്ടെ. നിങ്ങളോട് പലവട്ടം പറഞ്ഞതല്ലേ ആ ബേബി ചേട്ടൻ്റെ കൂട്ട് വേണ്ട എന്ന്? പറഞ്ഞാൽ കേൾക്കില്ലല്ലോ. ഇനി നമ്മൾ എങ്ങോട്ടേക്ക് പോവും? അവിടേക്ക് ആദ്യോട് വന്ന് ശാരദയും രാധമ്മയും കടന്നു വന്നു. എടി എന്താ പറ്റി? ഗംഗ കരച്ചിലിനടുത്തുകൊണ്ട് തന്നെ പറഞ്ഞു. ഇനി ആരെ വിളിക്കാനാ അമ്മേ? നമ്മൾ പെരുവഴിയിലായി. കാവേരി അരികിലേക്ക് വന്നു. എന്താ കാര്യം? ഇനി വിനീതേട്ടൻ ഇവിടെ നിന്ന് തിരുവനന്തപുരത്തേക്ക് വീട് പറഞ്ഞു വെച്ചിരിക്കുന്നു എന്നുള്ള ആ ഉറപ്പിലല്ലേ നമ്മളിവിടെ നിന്ന് വീട് പൂട്ടിയിറങ്ങിയത്? ഓണർ കഴിച്ചു കൊടുക്കാൻ അഡ്വാൻസ് ആയിട്ട് 10,000 രൂപ ബേബി ചേട്ടൻ്റെ കയ്യിൽ കൊടുക്കുകയും ചെയ്തു എന്നാ പറഞ്ഞത്. ഇപ്പം നോക്കിക്കേ, ഓണറുടെ നമ്പർ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ബേബി ചേട്ടനെ വിളിച്ചപ്പോഴേക്കും ഫുള്ള് ഫിറ്റും. നമ്മളിനി എങ്ങോട്ടേക്ക് പോവാമേ? കാവേരി ഒരു നിമിഷം അങ്ങ് തകർന്നു പോയി. ബേബി ചേട്ടനെ തന്നെ എങ്ങനെയെങ്കിലും നമ്പർ ചോദിച്ച് മനസ്സിലാക്കിക്കൂടെ ഗംഗേച്ചി? ഫുൾ ടൈം ഫിറ്റായിട്ട് നടക്കുന്ന അയാളെ ഇനി എവിടെ നിന്ന് തപ്പിയെടുക്കാനാ? ഒരു വ്യവസ്ഥയുമില്ലാത്ത അങ്ങേരെയൊക്കെ വിശ്വസിച്ച് പണം ഏൽപ്പിച്ച് വിനീതേട്ടനെ പറഞ്ഞാൽ മതിയല്ലോ. വിനീത് അപമാനഭാരത്തോടെ തല താഴ്ത്തി നിന്നു. ശാരദ ഇടപെട്ടു. എടി ഇത് കുറ്റപ്പെടുത്താനുള്ള സമയമല്ല. ഇനി എന്താ ചെയ്യാനുള്ളതെന്ന് വെച്ച് ആലോചിച്ച് ചെയ്യേ. എന്നാ അമ്മ തന്നെ ആലോചിച്ച് പറ. ഈ മഹാനഗരത്തിൽ നമ്മൾ എവിടെ താമസിക്കും? റെയിൽവേ സ്റ്റേഷനിലോ അതോ ഫുട്പാത്തിലോ? തങ്ങാനൊരു സ്ഥലം വേണ്ടേ? വയ്യാതിരിക്കുന്ന നിളമോളടക്കം 5-6 പേരുള്ളതാണ് ഇവിടെ. രാധമ്മ പരിഭ്രാന്തയോട് പറഞ്ഞു. എടി ഹോട്ടൽ റൂം എടുത്താ പോരെ? ടൗണിലൊക്കെ ആളുകൾ അങ്ങനെ തന്നെയല്ലേ തങ്ങുന്നത്? അയ്യോ ഹോട്ടലൊന്നും വേണ്ട, ശാരദ പെട്ടെന്ന് പറഞ്ഞു. യമുന ഉടനെ ഇടയിൽ കയറി പറഞ്ഞു. അമ്മ ഒന്നും മിണ്ടാതിരുന്നേ. ഇതുപോലുള്ള സിറ്റുവേഷൻ ഹോട്ടൽ താമസിക്കുന്നതിന് എന്താ തെറ്റ്? വിനീതും തലയാട്ടി. നേരാ, കാശുണ്ടല്ലോ കയ്യിൽ. 50 ലക്ഷം രൂപയില്ലേ കയ്യിലുള്ളത്? ഗംഗ വിനീതിന്റെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് അലറി. വിനീതേട്ടാ മിണ്ടാതിരുന്നോണം. പെട്ടെന്ന് തന്നെ ഗംഗക്ക് തന്റെ കൂട്ടുകാരി താരയെ ഓർമ്മ വന്നു. തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ എന്താവശ്യമുണ്ടെങ്കിലും വിളിക്കണമെന്ന് അവൾ പറഞ്ഞിരുന്നു. ശാരദ പറഞ്ഞു. ഡി നിന്റെ കൂട്ടുകാരിയില്ലേ താര? ആ കൊച്ചി ഇവിടെയല്ലേ താമസിക്കുന്നത്? തിരുവനന്തപുരത്താ, പക്ഷേ അവൾ സ്ഥലം പറഞ്ഞ് കൃത്യമായിട്ട് ഓർമ്മയില്ല. നീ അവളൊന്ന് വിളിച്ചു നോക്കുമോളെ. എന്തിനാ അമ്മയെ വെറുതെ?
ഇവിടെ എന്ത് സഹായത്തിനും അവളുണ്ടെന്നല്ലേ പറഞ്ഞത്. അവൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാമല്ലോ. ഒന്ന് വിളിച്ചു നോക്ക്. ഗംഗ മടിച്ചു താരയുടെ നമ്പറിലേക്ക് വിളിച്ചു. അതിനിടയിൽ രാധമ്മ പറഞ്ഞു, ഹോട്ടലിൽ താമസിക്കുന്നത് അത്ര മോശം കാര്യമൊന്നുമല്ല കേട്ടോ. ഞാനും മാധവേട്ടനും കൂടി സിറ്റിയിൽ പോയിട്ട് വന്ന ഹോട്ടലിലാണ് താമസിച്ചിരുന്നത്. തിരുവനന്തപുരത്ത് വന്ന സിറ്റി എന്നു പേരുള്ള ആ ഒരു ഹോട്ടൽ തന്നെ ഉണ്ടായിരുന്നു. കാവേരി പുഞ്ചിരിയോടുകൂടെ പറഞ്ഞു, എൻ്റെ അച്ഛമ്മേ, ആ ഹോട്ടലൊക്കെ ഇപ്പോൾ കുഴിച്ച് കണ്ടുപിടിക്കേണ്ട ഒരവസ്ഥയായിരിക്കും. യമുന അത് കേട്ട് ചിരിച്ചുപോയി. ഗംഗ ഫോണ് ചെവിയോട് ചേർത്ത് പിടിച്ചു. താരയോട് സംസാരിച്ചതിന് ശേഷം അവൾ പറഞ്ഞു, താര പറഞ്ഞത് അവളുടെ വീട്ടിലേക്ക് ചെല്ലാനാണ്. ശാരദ ചോദിച്ചു, ആദ്യം അവിടെ വീട് എവിടെയാണെന്ന് ചോദിക്ക്. ഇവിടെ നിന്ന് ഒരു 5 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. ലൊക്കേഷൻ അയച്ചു തരാമെന്നും പറഞ്ഞിട്ടുണ്ട്. രാധമ്മ ആദ്യയോട് ചോദിച്ചു, അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യാനാടി നമ്മൾ? കാവേരി ഉറച്ച സ്വരത്തിൽ പറഞ്ഞു, തൽക്കാലം അങ്ങോട്ടേക്ക് പോകാം. എന്ത് ചെയ്യണമെന്ന് അവിടെ ചെന്നിട്ട് ആലോചിക്കാം. ഇത്രയും ദൂരം യാത്ര ചെയ്തു വന്നതിന് ആ ഒരു ക്ഷീണം എല്ലാവർക്കും ഉണ്ടാവില്ലേ? വെറുതെ ഈ പെരുവഴിയിൽ നട്ട വെയിലത്ത് ഇങ്ങനെ നിൽക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഹോട്ടലിലാണെങ്കിൽ പോലും താര ചേച്ചിക്ക് പരിചയമുള്ള സ്ഥലം ഉണ്ടാവുമല്ലോ. ഹാ, അത് ശരിയാ, വാ. ശാരദയും അതിന് സമ്മതിച്ചു. അങ്ങനെ എല്ലാവരും കാറിലേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ വിനീത് മാത്രം എന്തോ ആലോചിച്ച് അവിടെ നിന്നു. ഗംഗ അവനെ നോക്കി വിളിച്ചു, വിനീതേട്ടാ കയറ്. വിനീത് അരികിലേക്ക് വന്ന് മടിച്ചുകൊണ്ട് ചോദിച്ചു, അല്ല, നമുക്ക് ഇയാളുടെ ഫ്രണ്ട് താരയെ വെറുതെ ഇങ്ങനെ ശല്യപ്പെടുത്തേണ്ട കാര്യമുണ്ടോ? ബേബി ചേട്ടനെ ഒന്നുകൂടെ മര്യാദക്ക് വണ്ടി കയറിക്കോണം. ഗംഗ ഒറ്റ നോട്ടത്തിൽ തന്നെ താക്കിയതുപോലെ തന്നെ പറഞ്ഞു. വിനീതിന് വേറെ വഴിയില്ലാത്തത് കൊണ്ട് വണ്ടിയിലേക്ക് കയറി. ഗംഗ പുച്ഛത്തോടെ മുഖം തിരിച്ചു. ഇതേ സമയത്ത് നിവിനാണെങ്കിൽ കടുത്ത ടെൻഷനിലായിരുന്നു. ആകെ വിഷമത്തോടു കൂടെ ഇരിക്കുകയായിരുന്നു നിവിൻ. അവൻ്റെ അരികിലേക്ക് ആസിഫ് വന്ന് തോളിൽ തട്ടി, എടാ നിവിനെ, പോട്ടടാ, സാരമില്ല. നിവിൻ ഒരു നിമിഷം നിശ്ചലമായി നിന്നു. പിന്നെ ചിരിയോടെ കൂടെ പറഞ്ഞു, നീ എന്താടാ വിചാരിച്ചത്? അമ്മ ദേഷ്യപ്പെട്ടതിൻ്റെ വിഷമത്തിൽ ഞാൻ സെൻറ്റി അടിച്ച് ചത്തുകൊണ്ടിരിക്കുകയാണെന്നാണോ? എൻ്റെ പട്ടി അടിക്കും സെൻറ്റിയൊക്കെ, ആസിഫ് അത്ഭുതത്തോട് ചോദിച്ചു. കാവേരിയും കുടുംബവും തിരുവനന്തപുരത്താടാ. കാവേരി കുടുംബമായിട്ട് തിരുവനന്തപുരത്തേക്ക് പോയിരിക്കുമല്ലേ? പിന്നെ ഞാനെന്തിനായി പുഷ്പോടൽ കിടന്നിങ്ങനെ സമയം കളയുന്നത്? ആസിഫ് അങ്ങ് ഞെട്ടിപ്പോയി. അപ്പോൾ ഈ ലവ് ട്രാക്ക് കണ്ടിന്യൂ ചെയ്യുകയാണല്ലേ? നിവിൻ ദൃഢനിശ്ചയത്തോടെ പറഞ്ഞു, എടാ, ഇതിന് ഇവിടെയൊന്നും ഒരു അവസാനമില്ലടാ. നിന്നോട് ആരാ പറഞ്ഞത്? ഇന്ന് തന്നെ തിരുവനന്തപുരത്തേക്ക് വിട്ടാലോ എന്നാ എൻ്റെ ആലോചന. ഇന്ന് വേണ്ട നിവിനെ, ആസിഫ് തടുത്തു. കല്യാണ മണ്ഡപത്തിൽ വെച്ച് നിന്നെ അത്രമാത്രം പിന്തുണച്ചതല്ലേ അച്ഛനും അമ്മയും? നീ ഇന്ന് തന്നെ ഇറങ്ങിപ്പോയ കാവേരിയുടെ കല്യാണം മുടക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുമായിരുന്നു, അല്ലെങ്കിൽ രാഗിണിയുടെ കല്യാണം മുടക്കാൻ വേണ്ടി നീ കാത്തിരിക്കുമായിരുന്നു എന്ന് തന്നെ ആളുകളൊക്കെ പറയും. അതുമാത്രമല്ല, കല്യാണം മുടങ്ങിയതിൻ്റെ പേര് ജയബാലൻ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കുമെന്ന് ആർക്കറിയാം? ആൻറ്റി ഹോസ്പിറ്റലിൽ നിന്നും വന്നതേയുള്ളൂ. നിന്റെ കല്യാണമായതുകൊണ്ട് മാത്രമാണ് അവർ സ്റ്റേജിലൊക്കെ കയറി ചിരിച്ചോണ്ട് നിന്നത്. എടാ, ആൻറ്റിക്ക് ഒട്ടും വയ്യ. ആൻറ്റിയുടെ വയ്യായികയും ആ മാനസികാവസ്ഥയും ബുദ്ധിമുട്ടൊക്കെ അങ്കിളിനെയും ബാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ അവരെയൊക്കെ ഒന്ന് ഒരു വഴിക്കെത്തിക്കണം. അവർക്കൊന്നും ഒരു വഴക്കിനും വയ്യ. അതുകൊണ്ട് 1-2 ദിവസമെങ്കിലും നീ ഇവിടെ തന്നെ വേണം. അല്ലെങ്കിൽ തന്നെ കാവേരി ഒറ്റക്കല്ലോ, കുടുംബമായിട്ടല്ലേ പോയിരിക്കുന്നത്. നിനക്ക് എളുപ്പം തന്നെ കണ്ടുപിടിക്കാനും പറ്റും. ഉടനെ തന്നെ അന്വേഷിപ്പോകേണ്ട കാര്യമില്ല. നിവിൻ ദീർഘമായൊന്ന് നിശ്വസിച്ചു. കാവേരിയെ കണ്ടെത്തിയാലും ഞങ്ങൾ തമ്മിൽ ഒരുമിക്കാനൊന്നും പോകുന്നില്ലടാ. അവളോട് നേരത്തെ തന്നെ എൻ്റെ പ്രണയം പറഞ്ഞിരുന്നതാ. എനിക്ക് വലിയൊരു അബദ്ധമായി പോയി. അവൻ കാവേരി പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓരോന്നോരോന്നായി ഓർത്തെടുത്തു. പ്രണയിക്കാൻ 1000 പേരെ കിട്ടും. പക്ഷേ ഒരു യഥാർത്ഥ ഫ്രണ്ട്, പ്രത്യേക ലാഭത്തിനോ നേട്ടത്തിനോ വേണ്ടിയല്ലാതെ നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ, സന്തോഷമുണ്ടാകുമ്പോൾ ഒപ്പം ചിരിക്കുന്ന, സങ്കടപ്പെടുമ്പോൾ സ്വതന്ത്രമായി തന്നെ ഞാനുണ്ട് കൂടെ എന്ന് പറയുന്ന ഒരാൾ, അത് 1000-ൽ ഒരാളെ ഉണ്ടാവുകയുള്ളൂ. ആസിഫ് അവൻ്റെ തോളിൽ കൈവച്ചു. സാരമില്ലടാ, വേറെ ആരോടെയും പ്രേമമില്ലെന്നല്ലേ അവൾ പറഞ്ഞത്. കാവേരി നിന്നെ അങ്ങനെ കണ്ടിട്ടില്ലെങ്കിൽ. നിവിൻ ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു. അത് തന്നെയാടാ എൻ്റെ ആശ്വാസം. ഒരു കണക്കിന് നോക്കിയാൽ ഇതുവരെയുള്ള പ്രശ്നങ്ങളുടെ നടുവിലാണല്ലോ കാവേരി അച്ഛൻ്റെ മരണം, വീട് നഷ്ടപ്പെട്ട് ജയപാലിൻ്റെ തോട്ടം തട്ടിയെടുത്തത്, ആൻറ്റിയുമായിട്ടുള്ള വഴക്ക്, എല്ലാത്തിനും മീതെ ജയപാലിൻ്റെ ഭീഷണി. എടാ, ഇതിൻ്റെയൊക്കെ ഇടയിൽ പ്രേമിക്കാൻ എന്നല്ല, ഒരു ശ്വാസം വിടാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിരുന്നല്ലോ അവള്. ഇനി തിരുവനന്തപുരത്തിൽ അതൊരു പുതിയ തുടക്കമാവട്ടെ. അവിടെ നിന്ന് തുടങ്ങാം നിങ്ങളുടെ ആ ഒരു 2-way ലവ് സ്റ്റോറി. ആ വാക്കുകൾ നിവിൻ്റെ കണ്ണിൽ പുതിയൊരു തിളക്കമുണ്ടാക്കി. അവൻ നിറക്കണ്ണുകളോടെ അങ്ങ് ആലോചിച്ചു നിന്നു. തിരുവനന്തപുരത്ത് താരൻ്റെ വീടിൻ്റെ മുന്നിലേക്ക് കാവേരിയും കുടുംബവും സഞ്ചരിച്ച ആ ഒരു കാറ് വന്ന് നിന്നു. കാവേരി ഫോണിലൂടെ തന്നെ താരയോട് സംസാരിക്കുകയായിരുന്നു. താരേച്ചി, ഈ പിങ്കും ബ്ലൂവും പെയിൻ്റ് അടിച്ച അലങ്കൃത എന്ന് പറയുന്ന ആ വീടല്ലേ? അതെ, താര ഫോണിലൂടെ പറഞ്ഞു. എന്നാ ഞങ്ങൾ വീടിന് മുന്നിലുണ്ട്. ദാ വരുന്നു ചേച്ചി. പെട്ടെന്ന് തന്നെ ഗേറ്റ് തുറന്ന് താര ഓടി വന്നു. അകത്തേക്ക് വരൂ, കാർ അകത്തേക്ക് കയറ്റിക്കോളൂ. എല്ലാവരും വണ്ടിയിൽ നിന്നും ഇറങ്ങി. താര നേരെ ഗംഗയുടെ അരികിലേക്ക് ചെന്ന് അവളെങ്ങ് ചേർത്ത് പിടിച്ചു. കൊള്ളാലൊടി വീട്, താര പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. താങ്ക്സ് രാധമ്മേ. വാ വിനീതേട്ടാ, ലഗേജൊക്കെ പുറത്തേക്ക് എടുത്തു വെച്ചോളൂ. കാവേരി തടഞ്ഞു. അല്ല ചേച്ചി, ലഗേജ് പുറത്തെടുത്ത് വെച്ചാൽ പിന്നെ അകത്തേക്ക് കയറ്റേണ്ടേ? അതെവിടെ തന്നെ ഇരുന്നോട്ടെ.
താര ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാം. എന്തായാലും ഒരു താമസ സ്ഥലം കണ്ടുപിടിച്ചിട്ട് ഞാൻ നിങ്ങളെ ഇവിടെ നിന്നും വിടത്തുള്ളൂ. വാ നിലക്കുട്ടി വാ. എന്തൊക്കെയുണ്ട് വിശേഷം? നിലയും ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ താര അകത്തേക്ക് നടന്നു. അങ്ങനെ എല്ലാവരും ആശ്വാസത്തോടെയും എന്നാൽ ചെറിയൊരു ആശങ്കയോടെയും വീടിനുള്ളിലേക്ക് പ്രവേശിച്ചു. അകത്ത് നിന്നൊരു ശാരദ നെടുവീർപ്പെട്ടു. പുഷ്പവാടിയിൽ നിന്നും പോരുന്നതുവരെ അവിടുന്ന് എങ്ങനെയെങ്കിലും പോന്നാൽ മതി എന്നായിരുന്നു. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അതിന് കൂടുതൽ മനോവിഷമമാ. ഇനി എന്താ എന്നൊക്കെ ആലോചിച്ചിട്ട് ആകെ വിഷമമായിരിക്കും. കാവേരി അമ്മയുടെ അരികിലേക്ക് വന്ന് തോളിലിങ്ങനെ കൈവിട്ടു. അമ്മ വിഷമിക്കൊന്നും വേണ്ട, എല്ലാം നല്ലതേ നടക്കുള്ളൂ. ഇതേ സമയം കയ്യിൽ ഫോണുമായി വിനീത് അങ്ങോട്ടേക്ക് വന്നു. രാധമ്മ പറഞ്ഞു, എടാ വിനീതേ, ഇവിടെ ഇരിക്ക്. ഗംഗ വിനീതിനെ നോക്കിക്കൊണ്ട് തന്നെ പറഞ്ഞു, താര പറയുന്നത് ഇവിടെ താമസിക്കാമെന്നാണ്. ഇവിടെയോ? വിനീത് അമ്പരപ്പോട് ചോദിച്ചു. കാവേരി വിശദീകരിച്ചു, ഇവിടെ നിന്ന് പറഞ്ഞാൽ നമുക്കൊരു വീട് കിട്ടുന്നതുവരെ താരേച്ചിയുടെ ഹസ്ബൻഡും അമ്മയും എല്ലാവരും ഇവിടെയുണ്ട്. കല്യാണം കൂടാൻ വേണ്ടി ഒറ്റപ്പാലത്തേക്ക് പോയിരിക്കും അവര്. ഇനി ഒരാഴ്ച കഴിഞ്ഞിട്ടേ വരുള്ളൂ. അതുവരെ ചേച്ചി ഇവിടെ ഒറ്റക്കാണ്. ഒരു ബൊട്ടീക്കിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നതിൻ്റെ തിരക്കിലായിരിക്കും ചേച്ചി. അപ്പോഴേക്കും താര എല്ലാവർക്കുമുള്ള ചൂട് ചായയുമായിട്ട് അങ്ങോട്ടേക്ക് വന്നു. വിനീതേട്ടൻ എന്താ ഈ പറയുന്നത്? താര ചോദിച്ചു. ശാരദ പറയുന്നുണ്ട്, അവന് കുഴപ്പമൊന്നുമില്ല മോളെ. ഈ പരിചയമില്ലാത്ത സ്ഥലത്ത് ഞങ്ങൾ എങ്ങനെ ഇങ്ങോട്ടേക്ക് പോവാനാ? മോളുടെ കാര്യം ഓർത്ത് എന്തോ വലിയൊരു ദൈവാനുഗ്രഹം. താര പുഞ്ചിരിച്ചു. നിങ്ങൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ സിനോ ചേട്ടനും അച്ഛനും അമ്മക്കൊക്കെ സന്തോഷമാവും. പിന്നെ ഇവിടെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോകുന്നതിൻ്റെ ടെൻഷൻ അവർക്കുണ്ടായിരുന്നു. ശാരദ ചുറ്റും നോക്കിക്കൊണ്ട് ചോദിച്ചു, വീട്ടിൽ ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാവില്ലേ മോൾക്ക്? താര ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്തിന്? അടുത്തുള്ള വീട്ടുകാരെല്ലാം നല്ല പരിചയക്കാരാ. പിന്നെ പുഷ്പവാടിയേക്കാൾ സേഫാണ് ഇവിടെയൊക്കെ. ചുറ്റും CCTV, പോലീസ് പെട്രോളിങ്ങും എല്ലാം ഉണ്ട്. എന്ത് പ്രശ്നമുണ്ടെങ്കിലും വിളിച്ചാൽ 5 മിനിറ്റിനുള്ളിൽ പോലീസ് ഇങ്ങോട്ടേക്ക് എത്തും. സ്ത്രീകളെ ഹെൽപ്പ് ലൈനും വേറെയുണ്ട്. രാധമ്മ ഒന്ന് നടു നിവർത്തിക്കൊണ്ട് പറഞ്ഞു, എനിക്കൊന്ന് നടു നിവർത്തണം മോളെ. കിടക്കാനൊരിടം ദാ അവിടെ ഒരു ബെഡ്റൂമുണ്ട്, അങ്ങോട്ടേക്ക് പോയി റെസ്റ്റ് എടുത്തുള്ളൂ രാധമ്മേ. രാധമ്മ അങ്ങോട്ടേക്ക് പോയപ്പോൾ താര പറയുന്നുണ്ട്, താഴെ 2 ബെഡ്റൂമുണ്ട്. ശാരദ പറഞ്ഞു, ഓ അത് മതി, ധാരാളം. ഒന്ന് ഗസ്റ്റ് റൂമാണ്, പിന്നെ അച്ഛനമ്മമാരുടെ റൂമാ. കാവേരി വേവലാതിയോട് പറഞ്ഞു, ഒരു രാത്രിയുള്ളൂ താരേച്ചി, അത് കഴിഞ്ഞാൽ ഞങ്ങൾ പെട്ടെന്നങ്ങ് മാറിക്കോളാം. താര ഗൗരവത്തിൽ പറഞ്ഞു, അങ്ങനെ പെട്ടെന്ന് പോകാനൊന്നും ഞാൻ നിങ്ങളെ സമ്മതിക്കില്ല. നിങ്ങളിവിടെ 5-6 ദിവസം ഉണ്ടാകുമെന്ന പ്രതീക്ഷയില്ല ഞാൻ. അത്രയധികം കഥകൾ എനിക്ക് പറയാനിരിക്കുകയാണ്. അതല്ലേ മോളെ, ഒരു വീട് കണ്ടെത്തി പാല് കാച്ചി താമസമൊക്കെ ആക്കി കഴിഞ്ഞാലേ ഒരു മനസ്സമാധാനം ഉണ്ടാവുള്ളൂ. ഇപ്പം എന്തായാലും ഞങ്ങളിവിടെ ഉണ്ടല്ലോ, ശാരദമ്മ പറഞ്ഞു. കാവേരി ആലോചിച്ചുകൊണ്ട് ചോദിച്ചു, അഡ്വാൻസ് കൊടുത്ത ആ ഒരു വീട് തന്നെ കിട്ടില്ലേ വിനീതേട്ടാ? ഗംഗ ദേഷ്യത്തോട് പറഞ്ഞു, അതിൻ്റെ കാര്യം ഇനി നോക്കേണ്ട കാവേരി, അതെന്തോ തട്ടിപ്പാണെന്നാ എനിക്ക് തോന്നുന്നത്. വിനീതേട്ടനല്ലാതെ വേറെ ആരെങ്കിലും ആ ബേബി ചേട്ടനെ വിശ്വസിച്ച് ഇവിടെ അങ്ങനെ വീടോ ഗസ്റ്റ് ഹൗസോ ഓണറോ ഒന്നും തന്നെ ഉണ്ടാവില്ല. അയാൾ ആ പൈസ വെച്ച് കള്ളു കുടിച്ച് കാണും. വിനീത് ചെറുതായൊന്ന് ചുണ്ടു കടിച്ചു. ബേബി ചേട്ടൻ അങ്ങനെയൊക്കെ ചെയ്യുമോ? ഗംഗ പൂജിച്ചു. പിന്നെ അല്ലെങ്കിൽ പിന്നെ ആ ഹൗസ് ഓണർ വിനീതേട്ടനെ തിരിച്ചു വിളിക്കേണ്ടേ? നമ്മുടെ കയ്യിൽ നിന്ന് 10,000 രൂപ അഡ്വാൻസ് വാങ്ങിയതല്ലേ? നമ്മളെ കാണാതെ വരുമ്പോൾ അന്വേഷിക്കേണ്ടതില്ലേ അയാൾ? നമ്മുടെ കയ്യിൽ നിന്ന് പണം വാങ്ങുമ്പോൾ അഡ്രസ്സോ ഫോൺ നമ്പറോ എന്തെങ്കിലും ഒന്ന് വാങ്ങി വെക്കേണ്ടതല്ലേ? താര പറയുന്നുണ്ട്, അതൊക്കെ അങ്ങനെയാ ഗംഗേ. ഒരാൾ പോയാൽ പിന്നെ വേറൊരാൾ ആദ്യത്തെ ആള് അവിടെ പോയെന്ന് കരുതി ഒരു അന്വേഷണം ഉണ്ടാവില്ല. ശാരദ ആദിയോട് ചോദിച്ചു, അപ്പോൾ ആ 10,000 രൂപ പോയോ? അങ്ങനെ വെറുതെ പോകുന്നില്ല. ബേബി ചേട്ടന് ബോധം വരുമ്പോൾ നിങ്ങൾ ആ നമ്പറിലൊന്ന് വാങ്ങിയിട്ട് ആ പണം തിരിച്ചു വാങ്ങിക്കാൻ നോക്ക്. ഉടനെ തന്നെ വേണമെങ്കിൽ നിങ്ങൾ വേറെ അന്വേഷിക്കേണ്ടി വരും, അതാ നല്ലത്. വിനീത് വീണ്ടും ആത്മവിശ്വാസം നടിച്ചു. അത് സാരമില്ല, 50 ലക്ഷം രൂപയുണ്ടല്ലോ കയ്യിൽ. ഗംഗ വിനീതിൻ്റെ കയ്യിൽ അങ്ങ് പിടിച്ചു ഞെക്കി. താഴ്ന്ന ശബ്ദത്തിൽ പറഞ്ഞു, എപ്പോഴും ഇത് തന്നെ ഇങ്ങനെ എടുത്തു പറയണമെന്നൊന്നുമില്ല. താര ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മീ ഹെൽപ്പ് എന്ന് പറയുന്ന ഒരു ഏജൻസി ഇവിടെ അടുത്ത് തന്നെയുണ്ട്. അച്ഛനും അമ്മയും അല്ലാതെ എന്ത് വേണമെങ്കിലും അവർക്ക് സംഘടിപ്പിച്ച് തരാൻ പറ്റും. അത് കേട്ട് വിനീത് സമാധാനത്തോടെ ഇരുന്നുവെങ്കിലും ഗംഗയും കാവേരിയും ശാരദയും ഒരുപോലെ ടെൻഷനോടുകൂടെ പരസ്പരം നോക്കി. ആ മഹാനഗരത്തിൻ്റെ അപരിചിതത്തിൽ അവരുടെ ജീവിതം എങ്ങോട്ടേക്ക് തിരിയുമെന്ന് ആർക്കും തന്നെ ഒരു എത്തുംപിടിയുമില്ല. അങ്ങനെ ആകെ ടെൻഷനോടുകൂടി ഇരിക്കുമായിരിക്കും അവർ. പക്ഷേ നാളെ വരാൻ പോകുന്ന നല്ല സൂപ്പർ അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡാട്ടോ. നാളത്തെ എപ്പിസോഡ് ഞാൻ ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.